ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു നല്ല മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 സവാള അരിഞ്ഞത്, 2 തക്കാളി, നാരങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, മല്ലിയില, പുതിനയില. മസാലയിലേക്കുള്ള പൊടികളായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഈ ഗരം മസാലപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട്. അതിനായിട്ട് സവാള ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വേർപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുന്തിരി, അണ്ടിപ്പരിപ്പ്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ വറുത്തെടുക്കണം. 1/2 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് എടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്. ഇതെല്ലാം തേച്ചിട്ട് മീൻ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ നേരം കൊണ്ട് നമുക്ക് വറുത്തെടുക്കാനുള്ള സാധനങ്ങളൊക്കെ വറുത്തെടുക്കാം. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കണം. സവാള ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അതിങ്ങനെ മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി 1/4 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് ഇട്ട് കൊടുക്കരുത് സവാള, കുറേശ്ശെ ഇട്ടിട്ട് ബാച്ചായിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. ഓരോ തവണ സവാള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴും 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ പഞ്ചസാര അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ സവാള നല്ല ക്രിസ്പായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അതിങ്ങനെ നല്ല ബ്രൗൺ കളർ ആവാൻ വേണ്ടി കാത്തു നിൽക്കരുത്. ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ വറുത്ത് കോരി എടുക്കണം. സവാള ഇരുന്നിട്ട് ഒന്നും കൂടി ഇങ്ങനെ ഡാർക്ക് കളറായി പോകും. ഞാനിവിടെ സവാള ഒരു 2-3 ബാച്ചായിട്ടാണ് പൊരിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. സവാള മുഴുവനും പൊരിച്ച് കോരിയ ശേഷം നമുക്കതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. ക്യാരറ്റ് ഇങ്ങനെ ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിനൊന്ന് സോഫ്റ്റായി വന്ന ശേഷം അതും കോരി മാറ്റാം. ശേഷം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് അതും വറുത്ത് കോരിയെടുക്കാം. മുന്തിരി ഇട്ട് കൊടുക്കുക. മുന്തിരി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് വീർത്ത് വരും. അപ്പം തന്നെ കോരി മാറ്റണം. ലാസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതും കോരി മാറ്റണം. ക്യാമറമാൻ്റെ കയ്യിലേക്ക് ചെറുതായിട്ടൊന്ന് എണ്ണ തെറിച്ചപ്പോഴേ അവനത് ഇട്ടിട്ട് ഓടി. വറുത്ത് കോരാളൊക്കെ വറുത്ത് കോരലിന് അടുത്ത പരിപാടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ പൊരിച്ചെടുക്കലാണ്. മീനിൽ മസാല തേക്കണമൊക്കെ ഞാൻ കാണിക്കാതിരുന്നത് വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകുന്നതുകൊണ്ടാണ് കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 400 ഗ്രാം മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു 6 പീസ് ഉണ്ട്. നിങ്ങൾ മീനിൻ്റെ അളവ് കൂട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ എടുത്ത സാധനങ്ങളുടെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മീൻ കഷ്ണങ്ങളൊക്കെ ഒരു സൈഡ് ആയിട്ടുണ്ട്. തിരിച്ചിട്ട് മറ്റേ സൈഡ് കൂടി വേവിച്ചെടുക്കണം. ഒരുപാട് അങ്ങോട്ട് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ദശകട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും മീൻ ബിരിയാണിക്ക് വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ ഐക്കോറയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിന് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കണം. അതിന് ഈ മീൻ പൊരിച്ച എണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ എടുക്കുന്നതാവും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ആ എണ്ണയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഒരു ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. ഞാൻ പറയുന്ന കൂട്ടത്തിൽ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോകുന്നു മാത്രം കേട്ടോ.
ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതില്ലേ, അത് ഒരു 1.5 ടീസ്പൂൺ ഉണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം പൊടികളെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായി മൂത്ത് വരണം. അതിൽ എത്ര പൊടികൾ എടുത്തിട്ടുള്ളതെന്ന് ഞാൻ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അളവുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പൊടികൾ മൂത്ത് വന്ന ശേഷം നമ്മൾ എടുത്തു വെച്ചുള്ള തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് വന്ന ശേഷം അതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ട് മല്ലിയില പുതിന ഇല ചേർത്ത് കൊടുക്കണം. മല്ലിയില എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ പകുതിയാണ് ഞാൻ പുതിന ഇല എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലപോലെ തിളച്ച് വന്ന ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഈ മീനില്ലേ, ആ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ മുഴുവനായിട്ട് വെച്ച് കൊടുത്ത ശേഷം ഈ മസാലയൊക്കെ കുറേശ്ശെ എടുത്തിട്ട് ഈ മീൻ കഷ്ണങ്ങളുടെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം. മീനിൽ നന്നായി മസാല പൊതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. മീനിലേക്ക് മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഞാൻ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പൈസസൊക്കെ ഒന്ന് മൂത്ത് വന്ന ശേഷം ഒരു ചെറിയ സവാള കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ കഴുകി ഊറ്റി എടുത്ത് വെച്ചിട്ടുള്ള അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് വറുത്തെടുക്കണം. വറുത്തെടുത്ത ശേഷം നമ്മൾ എത്ര അരിയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളം, തിളപ്പിച്ച വെള്ളം കേട്ടോ, പച്ചവെള്ളമല്ല, തിളപ്പിച്ച വെള്ളം ആ അരിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. റൈസിലേക്ക് എത്രയാണോ ആവശ്യം അതിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം തീ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കുക. ഞാൻ അതിലേക്ക് ഒരു 2 ഡ്രോപ്പ് റോസ് വാട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും അത് മൂടിയിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടൊരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ റൈസ് ഒരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ബാക്കിയുള്ള വേവ് നമ്മൾ മീനിൻ്റെ മസാല ദമ്മിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കിടന്ന് ബാക്കി വെന്തോളൂ കേട്ടോ. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിൽ നിന്ന് കുറച്ച് റൈസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക്, പ്ലേറ്റിലേക്ക് എന്തെങ്കിലും എടുത്ത് മാറ്റാം. മുകളിൽ നിന്ന് കുറച്ച് റൈസ് ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ദമ്മിടുന്നത്. അതുകൊണ്ട് ആ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് റൈസ് ഇടും. എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഞാൻ മസാല വെച്ച് ദമ്മിടാറുള്ളത്. കുറച്ച് റൈസ് പാത്രത്തിൻ്റെ അടിയിൽ നിരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ മീൻ മസാല അല്ലേ, അത് ആ റൈസിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഞാൻ എപ്പോഴും ഈ ബിരിയാണികളൊക്കെ വെക്കുമ്പോൾ ഈ രീതിയിലാണ് ദമ്മിടാറുള്ളത് കേട്ടോ. ദമ്മിടുന്ന പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് ചോറിട്ടിട്ട് അതിൻ്റെ മേലെയാണ് ഞാൻ എപ്പോഴും മസാല വെച്ച് കൊടുക്കാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മസാല ഒന്നും അടി പിടിച്ച് കരിഞ്ഞു പോവില്ല. അടിയിലുള്ള റൈസിലേക്ക് നല്ല മസാലയൊക്കെ പിടിച്ച് അതിൽ എണ്ണ ഇതൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളി റൈസായിട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം മസാല ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ റൈസ് ഇട്ടിട്ട് ആ രീതിയിൽ വേണമെങ്കിലും ദമ്മ് ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മസാല മുഴുവൻ നിരത്തി കൊടുത്ത ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയില്ലേ, അത് ഇതിൻ്റെ മേലേക്ക് കുറച്ച് വിതറി കൊടുക്കുക. കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. മുന്തിരി ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ആ മാറ്റി വെച്ചിട്ടുള്ള റൈസില്ലേ, അത് ഈ മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. റൈസ് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വീണ്ടും അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി, ക്യാരറ്റ്, കറിവേപ്പില, അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അത് വീണ്ടും അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക.
അതൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം അതിൻ്റെ മേലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതിനെ മൂടിയിട്ടൊന്ന് ദം ചെയ്തെടുക്കണം. അതിന് സ്റ്റവിൻ്റെ മുകളിലേക്ക് ഒരു പഴയ ദോശക്കല്ലോ പഴയൊരു തട്ടോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പാത്രം അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കണം. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഇടിക്കല്ലില്ലേ, ഉള്ളിയൊക്കെ ചതയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഉരല് ആ സംഭവം അതുതന്നെ. അത് ഇതിൻ്റെ മേലേക്ക് കയറ്റി വെച്ചിട്ടാണ് ഞാൻ വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 10 മിനിറ്റ് നേരം നമുക്കിങ്ങനെ ദം ചെയ്തെടുക്കണം. 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നെ അത് ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ റൈസൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ മുകളിലെ റൈസൊക്കെ നമുക്കെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ മീനിനെല്ലാം ഉടയാതെ എടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് വേണം നമുക്ക് അടിയിലത്തെ റൈസും ഈ മേലത്തെ റൈസും ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ. മീനെടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ ആകെ ഉടഞ്ഞു പോവും. അപ്പോൾ മീനിനെ നമ്മൾ എടുത്ത് മാറ്റണം കേട്ടോ. അടിയിലിട്ട റൈസിലേക്കൊക്കെ ഈ മസാലയൊക്കെ പിടിച്ച് നല്ല നെയ്യും എണ്ണയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് റൈസ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റൈസാണ് അടിയിലുണ്ടാവുക. അപ്പം നമ്മൾ ഈ മേലുള്ള റൈസും അടിയിലെ റൈസും ഇവിടെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒട്ടും അടിയിലൊന്നും പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ 2 റൈസും അടിയിലിട്ട റൈസും മേലിട്ട റൈസും ഇവിടെ നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ചോറ് വിളമ്പിയെടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് ഇത് സെർവ് ചെയ്യേണ്ടത്. നമ്മുടെ അടിപൊളി ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് കഴിച്ചവരിൽ നിന്നൊക്കെ നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ളൊരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.